നമസ്കാരം. അസ്സലാമു അലൈക്കും. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിരാക്ലിയസ്, കോസ്റോസ്, നേഗസ് ചക്രവർത്തിമാരാണ് അവർ. ഓരോ രാജ്യങ്ങളുടെയും, പേർഷ്യൻ രാജ്യത്തിൻ്റെയും ബൈസാൻഡിയം, അതുപോലെ മറ്റൊരു രാജ്യം കൂടിയുണ്ട്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. നേഗസ് ചക്രവർത്തിയായിട്ടുള്ളത്. മക്കയിൽ നബി തിരുമേനിയുള്ള സമയത്ത് അവിടുത്തെ ലഹള മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ കുറേ ആൾക്കാരുടെ നേഗസിൻ്റെ രാജ്യത്തിലേക്കാണ് ഓടിപ്പോകാൻ പറഞ്ഞത്. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അറബി നാടുകൾക്ക് ചുറ്റുമുള്ള രാജാക്കന്മാരവർ, ചക്രവർത്തിമാരൊക്കെയാണ്. അവരുടെ അടുക്കിലേക്കാണ് നബി തിരുമേനി തൻ്റെ ദൂതന്മാരെ അയച്ചത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, ആ കൽപ്പന പ്രകാരമുള്ള ദൗത്യവും പേറി, ആ സന്ദേശങ്ങളും പേറി ദൂതന്മാരെ അവിടേക്കാണ് അയച്ചത്. ആ ദൂതന്മാരൊക്കെ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്തത്? ഈ ഖൈബർ സംഭവത്തിന് മുൻപ്, ഖൈബർ യുദ്ധം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം. ഈ ഖൈബർ സംഭവത്തിന് മുൻപ് അവർ യാത്ര ചെയ്തിട്ടുണ്ടോ? അതോ ഖൈബർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് മുസ്ലിങ്ങൾക്ക് വിജയസമ്പൂർത്തീകരണം, അവരുടെ വിജയം അതിൻ്റെ പൂർണ്ണത വന്ന ശേഷമാണോ അവർ തങ്ങളുടെ ഭാഗത്ത് ഈ യാത്ര തിരിച്ചത്? ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കൃത്യമായിട്ടുള്ള അഭിപ്രായം, ഖണ്ഡിതമായിട്ടുള്ള അഭിപ്രായം പറയാതുകൊണ്ട് പ്രയാസമാണ്. അവരെല്ലാവരും ഒന്നിച്ച് പുറപ്പെട്ടിരിക്കില്ല എന്നാണ് കരുതേണ്ടത്. അതാണ് ബലമായിട്ടുള്ള നിഗമനം. അവരിൽ ഖൈബർ സംഭവത്തിന് മുൻപ് യാത്രയായവരുണ്ടായിരിക്കാം, അതിനുശേഷം യാത്ര പോയിട്ടുള്ളവരുണ്ടായിരിക്കാം. ഹിറാക്ലിയസസ്, അദ്ദേഹത്തിനടുത്ത് ദൂത് പോയ ദിഹ്മ ബിൻ ഖലീഫ അൽ ഖൽബി ഖൈബറിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പങ്കെടുത്തതായിട്ടും ഒരുപാട് അഭിപ്രായങ്ങളിലൂടെ അത് വന്നിട്ടുണ്ട്. ഒരുപാട് നിവേദനങ്ങളിൽ അത് കാണാനുണ്ട്. പേർഷ്യക്കാരെ മുഴുവൻ കീഴടക്കി ബൈത്തുൽ മുഖദ്ദിസിൽ നിന്നെടുത്ത മഹത്തായ കുരിശ് തിരിച്ചു പിടിച്ച് ഹിറാക്ലിയസസ് മടങ്ങുന്ന സമയത്താണ് ദിഹ്മ യാത്ര പുറപ്പെടുന്നത്. ദിഹ്മ ബിൻ ഖലീഫ അൽ കൽബി അദ്ദേഹം യാത്ര പുറപ്പെടുന്നത്. യുദ്ധത്തിൻ്റെ വിജയം കഴിഞ്ഞതിന് ശേഷം കാൽനടയായിട്ടാണ് ബൈത്തുൽ മുഖദ്ദിസിലേക്ക് ഹിറാക്ലിയസ് യാത്ര ചെയ്തത്. അദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ചതാണ് യാത്ര പുറപ്പെടുന്നത്. യുദ്ധത്തിന് വിജയാനന്തരം കാൽനടയായിട്ട് അവിടെ എത്തിയ ബൈത്തുൽ മുഖദ്ദിസിൽ എത്തിയിട്ട് തീർത്ഥയാത്ര ചെയ്ത് വിശുദ്ധ കുരിശ് പൂർവ്വസ്ഥാനത്ത് പുനഃസ്ഥാപിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ വഴിപാടായിരുന്നത്. അത് പൂർത്തിയാക്കാൻ അദ്ദേഹം പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഹിറാക്ലിയസസ് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഈ യാത്ര മധ്യേ അദ്ദേഹം ഹിംസ് എന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ, ഹിംസിലെത്തിയപ്പോഴാണ് പ്രവാചകൻ്റെ ദൗത്യം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ദിഹ്മ എന്ന് പറയുന്ന ദൂതൻ, അദ്ദേഹം ബസ്രയിലെ തൻ്റെ ഗവർണറെ ഏൽപ്പിച്ച സന്ദേശം ആ സ്വന്തം ഉദ്യോഗസ്ഥന്മാർ തന്നെയാണോ ഹിറാക്ലിയസിന് കൊടുത്തത്, അതോ ദിഹ്മയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ട് നൽകുകയാണോ ഉണ്ടായത്? ഇതേക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. രാജസന്നിധിയിൽ ഈ സന്ദേശം വായിച്ച് അത് ഭാഷാന്തരം ചെയ്യപ്പെട്ടു, അത് തർജ്ജമ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, ഹിറാക്ലിയസിന് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ. അദ്ദേഹം അത് മുഴുവൻ കേട്ടു, ഒരു ക്ഷോഭവുമില്ലാതെ കേട്ടു, അക്ഷോഭ്യനായിട്ട് അത് മുഴുവൻ കേട്ടു. ഇതിൻ്റെ പേരിൽ ആരാണിവൻ എന്നൊന്നും ചോദിച്ചില്ല. അറബ് നാടുകളുമായിട്ട് യുദ്ധത്തിന് സൈന്യത്തെ അയക്കുന്നതിനെ പറ്റിയും അദ്ദേഹം ചിന്തിച്ചില്ല. സന്ദേശത്തിന് നല്ല നിലയിലാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഇതുമൂലം അദ്ദേഹം നല്ല അനുഭവം പുലർത്തി ആ ഒരു സന്ദേശത്തിനോട്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന, അദ്ദേഹം പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട് അങ്ങനെ പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ സംഭവിച്ചിട്ടില്ല. ഹിറാക്ലിയസസ് മുസ്ലിം ആയിട്ടില്ല. അബദ്ധവശാൽ അങ്ങനെ വാദിക്കാനിടയെന്ന് മാത്രമേ ഉള്ളൂ. ഇതേ സമയം ഹാരിസുൽ ഗസാനി തൻ്റെ അടുക്കൽ മുഹമ്മദിൻ്റെ ഒരു സന്ദേശം എത്തിയിട്ടുള്ളതായിട്ട് ഹിറാക്ലിയസസിനെ അറിയിച്ചു. തന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടയച്ച സന്ദേശത്തിന് സദൃശമാണിതെന്ന് ഹിറാക്ലിയസസ് കണ്ടു.
ഈ പ്രവാചകത്വവാദിയെ പിടികൂടാൻ തൻ്റെ നേതൃത്വത്തിൽ ഒരു പടനീക്കം നടത്താൻ പോവുകയാണെന്ന് ഹാരിസുൽ ഗസാനി ഇദ്ദേഹത്തോട് സമ്മതം ആരാഞ്ഞു. ഹിറാക്ലിയസസ് കാര്യമായിട്ട് എടുത്തില്ല. ഹിറാക്ലിയസസ് അദ്ദേഹം അവിടെ കുരിശു പുനഃസ്ഥാപിക്കുന്ന ആഘോഷത്തിലും അതിന് ഗാംഭീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ബൈത്തുൽ മുഖദ്ദിസ് സന്ദർശിക്കുമ്പോൾ ഹാരിസ് അവിടെ ഉണ്ടാകുന്നതാണ് നല്ലതെന്ന് അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അവിടെ അടങ്ങിയിരിക്കുക, എവിടേക്കും പോകണ്ടെന്ന് പറഞ്ഞു. പുതിയ മതത്തിൻ്റെ വക്താവിനെ അദ്ദേഹം അത്ര ഗൗരവത്തിലെടുത്തില്ല എന്ന് സാരം. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ബൈത്തുൽ മുഖദ്ദിസും അതുപോലെ തന്നെ സിറിയയും ഇസ്ലാമിൻ്റെ കുടിക്കീഴിൽ വരുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല ഹിറാക്ലിയസസ്. അതുകൊണ്ട് അത്ര കാര്യമായിട്ട് എടുത്തില്ല എന്ന് സാരം. ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും ബൈസാന്റിയൻ സാമ്രാജ്യത്തിനുമിടയിലുള്ള യുദ്ധത്തിൻ്റെ പ്രക്ഷുബ്ധത കെട്ടടങ്ങാതെ തുടരുകയായിരുന്നു ആ സമയത്ത്. 1454 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അവിടുത്തെ ഗംഭീരമായിട്ടുള്ള ക്രിസ്ത്യൻ ചർച്ച് അത് മുസ്ലിം പള്ളിയാക്കി മാറ്റി. അവിടെ ഹിറാക്ലിയസസ് അവഗണിച്ചു തള്ളിയ പ്രവാചകന്റെ നാമം അവിടെ വീണ്ടും ഉല്ലേഖനം ചെയ്യപ്പെട്ടു. തുർക്കി മുസ്ലിങ്ങൾ ബൈസാന്റിയൻ കലകളുടെ മ്യൂസിയമാക്കി മാറ്റുന്നത് വരെ പ്രസ്തുത പള്ളികൾ, ആ പള്ളി നൂറ്റാണ്ടുകളോളം നിലനിൽക്കുകയുണ്ടായിട്ടുണ്ട്. ഈ പിൽക്കാല സംഭവങ്ങളൊന്നും അന്ന് ഈ ദൂത് വന്ന സമയത്ത് ഹിറാക്ലിയസസിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരുന്നു. കാരണം അത്രയും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ്. ഇനി പേർഷ്യൻ ചക്രവർത്തി കോസ്റോസിൻ്റെ കഥ, അവിടേക്കും ദൂത് പോയിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഇസ്ലാമിൻ്റെ സന്ദേശം, അത് ആ സന്ദേശം പ്രവാചകൻ്റെ സന്ദേശം രാജസദസ്സിൽ വായിച്ച് കേൾക്കേണ്ട താമസം കോസ്റോസിന് ദേഷ്യം വന്നു. അദ്ദേഹം കലിതുള്ളി, അത് പിച്ചു ചീന്തി കളഞ്ഞു. പത്രം അത് പിച്ചു ചീന്തി കളഞ്ഞു. ഹിജാസിലെ ഈ പ്രവാചകന്റെ തല കൊയ്തെടുക്കാൻ അദ്ദേഹം കൽപ്പിച്ചുകൊണ്ട് തൻ്റെ യമൻ ഗവർണർ ബസാന് കോസ്റോസ് എഴുത്തയക്കുകയും ചെയ്തു. ബസാൻ അദ്ദേഹമാണ് കോസ്റോസ് അവിടുത്തെ ഗവർണർ. ഹിറാക്ലിയസസിന്റെ മുമ്പിൽ തൻ്റെ പരാജയ പാരവശ്യങ്ങൾക്ക് ഇത് മുഖേന അദ്ദേഹം ലഘൂകരണം കണ്ടിട്ടുണ്ടായിരിക്കണം. ഹിറാക്ലിയസസിന്റെ മുമ്പിൽ തോറ്റല്ലോ. കോസ്റോസിന്റെ പ്രതികരണവും തിരുസന്ദേശത്തോട് അദ്ദേഹം കാണിച്ച അവഹേളനവും അത് നബി തിരുമേനി അറിഞ്ഞു. പ്രവാചകൻ ഒന്നേ പറഞ്ഞുള്ളൂ, അല്ലാഹുവേ അയാളുടെ സാമ്രാജ്യം പിച്ചു ചീന്തണമേ, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ബസാൻ ഒരു സന്ദേശവുമായിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് ദൂതന്മാരെ വിട്ടു. കോസ്റോസിന്റെ ഗവർണറാണ്, യമൻ ഗവർണറാണ് ഈ ബസാൻ. ആ ബസാൻ ഒരു സന്ദേശവുമായിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് ദൂതനെ അയച്ചു. ഇതിനിടെ കോസ്റോസിന്റെ സ്ഥാനത്ത് അയാളുടെ പുത്രൻ ഷീറ വൈഹി പേർഷ്യയിൽ അധികാരമേൽക്കുകയുണ്ടായി. കോസ്റോസ് മാറി. ഈ വിവരം പ്രവാചകൻ നന്നായിട്ട് അറിയാമായിരുന്നു. പ്രവാചകൻ അറിഞ്ഞു. തിരുമേനി ആ വാർത്ത ബസാന്റെ ദൂതന്മാരെ അറിയിച്ചു. തൻ്റെ ദൂതന്മാരുമായിട്ട് ചെന്ന് ബസാമിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പ്രവാചകൻ അവരോട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് പേർഷ്യക്കാർക്ക് സംഭവിച്ച പരാജയങ്ങൾ യമൻവാസികൾ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ മേലുള്ള പേർഷ്യൻ ആധിപത്യത്തിന് ശൈഥില്യം സംഭവിച്ചതായിട്ട് അവർ മനസ്സിലാക്കി. പ്രവാചകൻ ഖുറൈശികളുടെ മേലെ നല്ലൊരു വിജയം കരസ്ഥമാക്കിയതും ജൂതശക്തി നിശേഷം ഇല്ലാതാക്കിയതൊക്കെയും അവരറിഞ്ഞിട്ടുണ്ടായിരുന്നു. ബസാന്റെ അടുക്കൽ മടങ്ങിയെത്തിയ ദൂതന്മാർ പ്രവാചകന്റെ സന്ദേശം അദ്ദേഹത്തിന് നൽകി. ബസാൻ സസന്തോഷം യാതൊരു എതിർപ്പും പറയാതെ കൂടുതൽ ആലോചിക്കാതെ അദ്ദേഹം മുസ്ലിം ആകുകയും ചെയ്തു. യമനിൽ പ്രവാചകന്റെ ഗവർണറായിട്ട് തുടരുകയും ചെയ്തു. കോസ്റോസിന്റെ ഗവർണർ പ്രവാചകന്റെ ഗവർണറായി മാറി. മക്ക തൻ്റെ കൺവെട്ടത്ത് ബസാൻ ഇത് അറിയുന്നുണ്ട്. മക്ക തൻ്റെ കൺവെട്ടത്ത് ഒരു ശക്തിയായിട്ട് വളർന്നു വരുന്നത് ബസാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ മുസ്ലിം ആവാതിരിക്കേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ്? പേർഷ്യയുടെ നേരിൽ ചുരുങ്ങി വരികയാണ്. പേർഷ്യ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അറേബ്യയിൽ പുതിയൊരു ശക്തി വളർന്നു വരികയായിരുന്നു, അതിശക്തമായിട്ട് വളർന്നു വരുന്നു. ഈ ശക്തി തന്നിൽ നിന്ന് പ്രത്യേകമായിട്ടൊന്നും ആവശ്യപ്പെടുന്നുമില്ല. ആ സ്ഥിതിക്ക്
അതിൽ സംരക്ഷണം തേടുന്നതിൽ ലാഭം ആർക്കാണ്? തനിക്ക് തന്നെയാണ് എന്ന് ബസാൻ കണക്ക് കൂട്ടി കണ്ടിട്ടുണ്ടായിരിക്കണം. ഏതായാലും അദ്ദേഹം മുസ്ലിം ആവുകയും ചെയ്തു, പ്രവാചകൻ്റെ ഗവർണറാവുകയും ചെയ്തു, പ്രവാചകൻ്റെ ദൂതൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രതിനിധിയാകുകയും ചെയ്തു. മുഹമ്മദിൻ്റെ പക്ഷം ചേർന്നത് മൂലം 2 വർഷങ്ങൾക്ക് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ തെളിയിച്ചതുപോലെ അറേബ്യൻ ഉപദ്വീപിൻ്റെ ദക്ഷിണ ഭാഗത്ത് ഇസ്ലാമിക ശക്തിയുടെ വളർച്ചയെ സഹായിച്ചിരിക്കുകയാണെന്ന് ഒരുവേള ബസാൻ അന്ന് ധരിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം നബി തിരുമേനിയുടെ ഒപ്പം ചേർന്നത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ദക്ഷിണ ഭാഗത്ത് യമൻ ഭാഗത്ത് ഇത്രയും വലിയ വളർച്ചയുണ്ടായത്. ആ വളർച്ച താൻ മുസ്ലിം ആയതുകൊണ്ട് ഉണ്ടായതാണെന്ന്, മുസ്ലിം ആയതുകൊണ്ട് കൂടി ഉണ്ടായതാണെന്ന് അദ്ദേഹം ധരിച്ചിട്ടില്ല. ഏതായാലും അദ്ദേഹം മുസ്ലിമായി ആ ഭാഗത്ത് മുസ്ലിം ശക്തി പ്രാപിക്കാൻ തുടങ്ങി, ഇസ്ലാം ശക്തി പ്രാപിക്കാൻ തുടങ്ങി. കോസ്റോസിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈജിപ്തിലെ കോപ്റ്റിക് ആർച്ച് ബിഷപ്പിൻ്റെ മുഖൌഖിസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര് പ്രതികരണം. മാത്രമല്ല ഹിറാക്ലിയസിനേക്കാൾ ഒരു പടി സ്നേഹം കലർന്നൊരു പ്രതികരണമായിരുന്നു, മൈത്രീപരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പ്രവാചകന്റെ ദൂതനെ അദ്ദേഹം വളരെ വളരെ മാന്യന്മാരെ സ്വീകരിക്കുന്ന പോലെ നല്ല രീതിയിലാണ് സ്വീകരിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടു, സന്ദേശം സ്വീകരിച്ചു. ഇതിനുശേഷം അദ്ദേഹത്തെ മടക്കി അയക്കുന്ന സമയത്ത് പ്രവാചകന് കുറേ ഉപഹാരങ്ങളും കൊടുത്തയച്ചു. തിരുമേനിക്ക് വേണ്ടി അവിടെയുള്ള 2 അടിമ പെൺകുട്ടികളെ, കുറേ ധനം കൊടുത്തയച്ചു, ഒരു വെളുത്ത കോവർ കഴുത, ഒരു സാധാരണ കഴുത, അതുപോലെ ഈജിപ്തിലെ കുറേ വിശിഷ്ട വസ്തുക്കൾ, ഇതെല്ലാം പ്രവാചകനും കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകന്റെ ദൂതനെ അദ്ദേഹം തിരിച്ചയച്ചത്. ഈ അടിമ പെൺകുട്ടികളിൽ ഒരു കുട്ടിയെ പ്രവാചകൻ തനിക്കായിട്ട് തിരഞ്ഞെടുത്തു. അതാണ് മാരിയയായിരുന്നു ആ കുട്ടി. അതിന് അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. അവനാണ് പിന്നീട് ഇബ്രാഹിം എന്ന കുട്ടി ജനിക്കുണ്ടായത്. അത് അധികകാലം അദ്ദേഹം ഉണ്ടായിരുന്നില്ല, മരിച്ചും പോയി. സീരിനായിരുന്നു മറ്റൊരു പെൺകുട്ടി, സീരിൻ എന്നായിരുന്നു പേര്. അദ്ദേഹം ആ പെൺകുട്ടിയെ ഹസാൻ ബിൻ സാബിത്തിന് സമ്മാനിച്ചു, അദ്ദേഹത്തിന് അധീനതയിലേക്ക് ആക്കി കൊടുത്തു. അവരയച്ച കോവർ കഴുതയ്ക്ക് അദ്ദേഹം ദുൻദുൽ എന്ന് പേരിട്ടു. അറബ് നാടുകളിൽ കണ്ട കോവർ കഴുതുകളിൽ അപൂർവ വെണ്മയാർന്ന കഴുതിയായിരുന്നു അത്രയത്. സാധാരണ കഴുതിക്ക് തിരുമേനി ഉഫൈർ അഥവാ യഫൂർ എന്ന് പേരിട്ടു. പ്രവാചകൻ വളരെ സന്തോഷത്തോടുകൂടി നന്ദിയോടുകൂടി ഈ സമ്മാനങ്ങളെല്ലാം സ്വീകരിക്കുകയും ചെയ്തു. ബൈസാന്റീയക്കാര് ഈജിപ്ത് ആക്രമിച്ചേക്കുമോ എന്ന ഭയം കൊണ്ടാണ് മുഖൌഖിസ് ഇസ്ലാം ആശേഷിക്കാതിരുന്നതെന്ന് പറയുന്നു. അല്ലാത്ത പക്ഷം സത്യവിശ്വാസം കൈക്കൊണ്ട് സന്മാർഗം പ്രാപിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായിരുന്നു. ഇതെല്ലാം കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈജിപ്തിലെ കോപ്റ്റിക് ആർച്ച് ബിഷപ്പായിരുന്ന മുഖൌഖിസ് ഇസ്ലാം മതം സ്വീകരിച്ചില്ല. അതിന് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബൈസാന്റിയക്കാർ ഒന്ന് ആക്രമിച്ചേക്കുമോ എന്നുള്ള ഭയം കൊണ്ട്, ഇസ്ലാമിനോട് ആഭിമുഖ്യം ഇല്ലാതിരുന്നത് കൊണ്ടല്ല. ഏതായാലും ഈ ജന്മത്തിന് അദ്ദേഹത്തിനത് ആ സന്മാർഗത്തെ പ്രാപിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടായില്ല എന്ന് സാരം. അബിസീനിയ, മുമ്പ് പറഞ്ഞ് ഞാൻ മറന്നുപോയ പേര് അബിസീനിയൻ ചക്രവർത്തി നേഗസ്. അവർ പണ്ടേ തന്നെ മുസ്ലിങ്ങളുമായിട്ട് നേഗസിന് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് പലായനം ചെയ്ത് അഭയാർത്ഥികളായിട്ടുള്ള പോയ മുസ്ലിങ്ങളെ വലിയ രീതിയിലാണ് അദ്ദേഹം സംരക്ഷിച്ചത്. ആ മുസ്ലിങ്ങൾ അവിടുന്ന് തുരത്താൻ വേണ്ടിയിട്ട് ഖുറേഷികൾ പോയ സമയത്ത് ഖുറേഷികളെയാണ് അദ്ദേഹം നേഗസ് അവിടുന്ന് ഓടിച്ചത്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അബിസീനിയൻ ചക്രവർത്തി നേഗസ്, അതുകൊണ്ട് അവർ തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു മുസ്ലിങ്ങളും നേഗസും. നേഗസ് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. പ്രവാചകന്റെ സന്ദേശത്തിന് അദ്ദേഹം നൽകിയ മറുപടി വളരെയധികം ഹാർദമായിട്ടുള്ള ഹൃദയത്തിൽ തട്ടിയ മറുപടിയാണ് അദ്ദേഹം അവർക്ക് കൊടുത്തയച്ചത്. ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്, ചില നിവേദനങ്ങളിൽ പറയുന്നുണ്ട് നേഗസ് അവസാനം മുസ്ലിമായി പോയി എന്ന്. അതിനെക്കുറിച്ചൊന്നും ഉറപ്പില്ല. പൂർവ്വലോകത്തെ കാര്യങ്ങൾ പറയുന്ന, കിഴക്കൻ ദേശത്തെ കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ ഒരു വിഭാഗം ഇതിൽ വളരെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇസ്ലാമിലേക്കുള്ള പ്രബോധന സന്ദേശത്തിന് പുറമെ മറ്റൊരു കത്തും അദ്ദേഹത്തിന് കൊടുത്തയച്ചിരുന്നു. അബിസീനിയയിലുള്ള മുസ്ലിങ്ങളെ
പലപ്പോഴും അവിടെ എത്തിച്ചേർന്ന മുസ്ലിങ്ങളെ മദീനയിലേക്ക് തിരിച്ചയക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിവേദനമായിരുന്നു പ്രവാചകൻ നേഗസിന് കൊടുത്തയച്ചിരുന്നത്. അൽഹംദുലില്ലാഹ്.